എൻ്റെ പേര് കിഷോർ നെയ്യൻ. ഇന്നത്തെ വിഷയം മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ തകർന്നു വീഴുന്നൊക്കെ ഇന്ന് പല പരാമർശങ്ങളുണ്ട്. ഇതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പലരും പറയാത്തൊരു കാരണമാണത്. ഒരുപക്ഷെ ഇത് രഹസ്യമായിട്ട് പല ഇതിൻ്റെ നിർമ്മാണ കമ്പനികളൊക്കെ രഹസ്യമായിട്ട് വയ്ക്കുന്നതുകൊണ്ടായിരിക്കാം ഇത്. അപ്പോൾ ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണം നടത്തിയത് ഇംഗ്ലീഷുകാരാണെന്ന് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ അണക്കെട്ടിൻ്റെ മുകളിൽ വളരെയധികം ജലമർദ്ദം നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അണക്കെട്ടിൻ്റെ താഴെ ഭാഗത്തേക്ക് ധാരാളം കാപ്പിലറി പ്രഷർ ഉണ്ടാക്കും. അതായത് അണക്കെട്ടിലെ വെള്ളത്തിൻ്റെ 20-25% ഭൂമിയിലേക്ക് അവിടുത്തെ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങിപ്പോവും, ഭൂഗർഭത്തിലേക്ക് വെള്ളം ഇറങ്ങിപ്പോവും. അപ്പോൾ അണക്കെട്ടിൻ്റെ അടിഭാഗത്ത് ഈ കാപ്പിലറി പ്രഷർ ഉണ്ടാവും. ഇപ്പോൾ അത്രയും പഴക്കമുള്ളതാണ് നമ്മുടെ ഈ അണക്കെട്ട്, ഈ മുല്ലപ്പെരിയാർ. അപ്പോൾ അതിൻ്റെ അടിയിൽ കാപ്പിലറിയുടെ ഇത് ഒറു മാളങ്ങളായിട്ട് ഒറുവിൻ്റെ ഇതായിട്ട് അതിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒറുവിൻ്റെ ഇത് വരുമ്പോൾ, സുഷിരങ്ങൾ വരുമ്പോൾ ഈ കല്ലുകൾ, മുകളിൽ വെച്ച കല്ലുകൾ താഴേക്ക് ഇരിക്കും. അപ്പോൾ ഈ കല്ലുകൾ പതുക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയത്ത് ഈ അണക്കെട്ടിൻ്റെ ഉൾഭാഗത്ത് പൊള്ളയായ ഭാഗങ്ങൾ രൂപപ്പെടും. അപ്പോൾ ഈ പൊള്ളയായ ഭാഗങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ റീസൺ ഇതാണ്. പക്ഷേ അഡ്വക്കേറ്റ് റസൽ ജോയ് പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കാർബോണിക് ആസിഡിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. കാരണം കാർബോണിക് ആസിഡ് ഈ സുർക്കി മിശ്രിതത്തിൻ്റെ പ്രവർത്തിച്ചിട്ട് അത് അലിഞ്ഞു പോകുന്നൊക്കെയാണ് ആളുടെ വാദം. അങ്ങനെയല്ല. സുർക്കി മിശ്രിതം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയാണ് കാർബോണിക് ആസിഡ്. അത് ഇപ്പോൾ സോഡയൊക്കെ നമ്മൾ ഹൈ കോൺസെൻട്രേഷൻ കാർബോണിക് ആസിഡാണ്. അപ്പോൾ അതിൽ മാത്രമാണ് ഈ മറ്റേ സുർക്കി മിശ്രിതം അലിഞ്ഞു പോകുള്ളൂ. അപ്പോൾ കാൽസ്യം പോലെയുള്ള സാധനങ്ങൾ നമ്മുടെ സോഡയിലിട്ട് കഴിഞ്ഞാൽ അത് നിമിഷം കൊണ്ട് പൊടിഞ്ഞ് ദ്രവിച്ചു പോകും. അപ്പോൾ അത്രയും ഗാഢത വേണം. പക്ഷേ ഈർപ്പത്തിലെ ഗാഢത കൊണ്ട് ഒരിക്കലും സുർക്കി മിശ്രിതത്തിനൊന്നും സംഭവിക്കുന്നില്ല. സുർക്കി മിശ്രിതം ബലപ്പെടുന്ന തന്നെ കാർബൺ ഡയോക്സൈഡ് കാർബണേറ്റ് മൂലമാണ്. ഇപ്പോൾ ചുണ്ണാമ്പ് അതിൻ്റെ സെറ്റിങ്ങിന് സഹായിക്കുന്ന സാധനം കാർബൺ ഡയോക്സൈഡാണ് അതിൻ്റെ സെറ്റിങ്ങിന് സഹായിക്കുന്നൊരു ഘടകം. പക്ഷേ അത് വെള്ളത്തിൽ ലയിച്ച് കൂടുതൽ അതിൻ്റെ ഗാഢത കൂടി കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റിൻ്റെ സ്ട്രക്ചർ പൊടിയാകുമ്പോൾ തുടങ്ങും. അപ്പോൾ നമ്മൾ സാധാരണ ആസിഡിൻ്റെ സ്വഭാവം അത് ചെറുതായിട്ട് കാണിക്കും. നമ്മുടെ ഈ സോഡ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയും കോൺസെൻട്രേഷൻ വേണം ഇത് സുർക്കി മിശ്രിതമൊക്കെ ലയിച്ചു പോകാൻ. പക്ഷേ സ്വാഭാവികമായി അത്രയും കോൺസെൻട്രേഷൻ ഒന്നും ജലത്തിൽ അങ്ങനെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത അവിടെ ഇല്ല. പിന്നെ അണക്കെട്ടിലെ മറ്റേ ഈ എന്താ പറയുക, ഈ ഫോട്ടോ എറർ കൊണ്ടാണ് ഈ അണക്കെട്ടിലെ വളവ് തോന്നുന്നത്. അത് പല പ്രാവശ്യം ഓരോ അണക്കെട്ടുകൾ എടുക്കുമ്പോൾ ഫോട്ടോകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും അത് ഫോട്ടോ എററാണ്, ഗൂഗിൾ ഫോട്ടോ എററാണ് അത്. അപ്പോൾ അതിൻ്റെ ഒരു ശരിയായ ഒരു മറ്റേ ഡ്രോൺ ഫോട്ടോ സെർച്ച് ചെയ്തൊക്കെ നമുക്ക് കിട്ടാൻ പോകില്ല. കാരണം നമുക്കത് പരിശോധിക്കണമെങ്കിൽ ഡ്രോൺ ഫോട്ടോ വേണം. അതിന് എന്തെങ്കിലും വളവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തണമെങ്കിൽ ഒരു മുകളിൽ നിന്നുള്ള ഡ്രോൺ ഫോട്ടോ നമുക്ക് ഗൂഗിളിൽ ലഭ്യമല്ല. അപ്പോൾ ഇത് സാറ്റലൈറ്റ് ഫോട്ടോ, പക്ഷെ അത് എറർ സംഭവിക്കും. അങ്ങനെ വലിയൊരു പ്രദേശം നമ്മൾ ഇത് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, ഫോട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ വളവും തിരിവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അതിനുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം കരുതിയത് ഇത് സംഭവം കേട്ടപ്പോൾ അതിൻ്റെ ജന്മനയുള്ള വളവായിരിക്കാം. കാരണം വളവ് സംഭവിച്ച് പിന്നെ അധികം അണക്കെട്ട് നിലനിൽക്കില്ല, മനസ്സിലായ.
വളവ് എന്തെങ്കിലും ആ ഭാഗത്ത് ഉണ്ടായി പിന്നെ അണക്കെട്ട് അധികം നേരം നിലനിൽക്കുന്നില്ല. 2-3 ദിവസത്തിന് മേലെ അണക്കെട്ട് നിലനിൽക്കില്ല. അപ്പോൾ അത് ഇത്തിരി യുക്തിഭദ്രമല്ലാതെ കാര്യം പറയുന്ന കാര്യത്തിൽ. അപ്പോൾ അണക്കെട്ടിൽ വളവ് സംഭവിച്ചാൽ അത് പെട്ടെന്ന് തകർന്നു വീഴാനുള്ള സാധ്യത വളരെ ശക്തമാണത്. പിന്നെ ഈ ഭൂമിയുടെ അടിയിൽ ഈ കല്ലുകൾ ഇരുന്നോട്ടുള്ള ഈ വലിയ കല്ലുകൾ വെച്ചിട്ടാണ് ഇത് പണിതേനെന്ന് പറയുന്നത്. പക്ഷെ അത് ഭൂമിയുടെ അടിയിൽ ഈ ഇത് ചേരുമ്പോൾ പതുക്കെ ഈ അടിയിലത്തെ കല്ലുകൾ ഇരുന്ന് കൊടുക്കും. അണക്കെട്ടിൻ്റെ അടിയിലെ കല്ലുകൾ ഓരോ ഭാഗം തകർന്ന് അടിയിൽ നിന്നാണ് ഇരുന്ന് കൊടുക്കുക. അപ്പോൾ മുകളിലേക്ക് എത്തി കഴിഞ്ഞാൽ മാത്രമാണ് അണക്കെട്ട് പൂർണ്ണമായി തകരുക. അപ്പോൾ അതിൽ വെള്ളം അമിതമായി കൂട്ടാണ്ടിരിക്കുന്നതാണ് അണക്കെട്ട് വേഗം തകരാതിരിക്കാൻ ഏക ഒരു മാർഗം. അതിൽ വേറൊരു മാർഗം ഞാൻ കാണുന്നില്ല. പിന്നെ ഈ ഇതിൻ്റെ അണക്കെട്ടിന് ചുറ്റും ഒരു ചതുപ്പ് നിലനിൽക്കുന്നുണ്ട്. ചതുപ്പ് എങ്ങനെ വരണേന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ചതുപ്പ് ഭൂമിയുടെ ഭൂഗർഭത്തിലേക്ക് ഈ വെള്ളം ഇറങ്ങിയിട്ട് അതിൻ്റെ ചതുപ്പാണ് അവിടെ അണക്കെട്ടിൽ വരുന്നത്. അപ്പോൾ മണ്ണ് ഇപ്പോൾ പതുക്കെ ഇത് ഇങ്ങനെ ഇത് ചെയ്യും. അപ്പോൾ ഒരു മാളങ്ങളിലൂടെ ഈ പൊള്ളയ ഭാഗങ്ങൾ രൂപപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ പതുക്കെ ഇരിക്കും. ആ ഭാഗങ്ങളിലെ കല്ല് ഭാരം കൂടിയതുകൊണ്ട് പതുക്കെ ഇരിക്കും. അപ്പോൾ ഇരിക്കുമ്പോഴാണ് ഈ പൊള്ളയ ഭാഗങ്ങൾ. ഇപ്പോൾ ഈ പൊള്ളയ ഭാഗങ്ങൾ നമ്മൾ ബോർ ചെയ്ത് ആ ഏറ്റവും അടിയിലായിരിക്കണം ഈ പൊള്ളയ ഭാഗങ്ങൾ രൂപപ്പെടുന്നത് ഇത് അണക്കെട്ടിൻ്റെ. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് കോൺക്രീറ്റ് നന്നായിട്ട് ഫില്ല് ചെയ്യണം. എന്നാൽ മാത്രമാണ് അണക്കെട്ട് സുരക്ഷിതമായിട്ട് നിൽക്കുള്ളൂ. മുകളിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഫില്ല് ചെയ്ത് എവിടെയാണ് പൊള്ളയ ഭാഗങ്ങൾ കണ്ടെത്തി അത് ഡ്രില്ല് ചെയ്യുമ്പോൾ നമുക്കറിയാം. അത് കടന്നു പോകുമ്പോൾ ഡ്രില്ല് ഫ്രീ ആയിട്ട് ലൂസാവുന്ന ഒരു അവസ്ഥയുണ്ടായിട്ട് അടിയിൽ വരാം. അപ്പോൾ അതിനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവിടേക്ക് നന്നായിട്ട് കോൺക്രീറ്റ് നന്നായിട്ട് ബോർ ചെയ്ത് ഇത് ചെയ്താൽ മാത്രമാണ് അണക്കെട്ടിനെ താൽക്കാലികമായിട്ട് നമുക്ക് സുരക്ഷിതമായിട്ട് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ. അതിൻ്റെ സാങ്കേതിക വശങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒന്നാമത് ഈ അണക്കെട്ടിൻ്റെ ഉൾഭാഗം സ്കാൻ ചെയ്ത് നമുക്ക് എവിടെയൊക്കെയാണ് പൊള്ളയ ഭാഗങ്ങൾ, എവിടെയൊക്കെയാണ് ഇത് ചെയ്യാനുള്ള ഇന്ന് സംവിധാനമില്ല. ഒരു ഊഹം വെച്ച് അടിക്കുകയാണ്, മനസ്സിലായ. അപ്പോൾ അങ്ങനെ ഊഹം വെച്ചിട്ട് നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ അതിന് അത്ര കൃത്യത കിട്ടില്ല. അത് 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് ഇത് ചെയ്യുന്ന ഓരോ 10 മീറ്ററിലും ഇത് ചെയ്തിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ മാത്രമാണ് അണക്കെട്ട് അവിടെ ഉറച്ച് നിൽക്കുള്ളൂ. പിന്നെ അമിതമായ പ്രഷറും അതിൽ കൊടുക്കാനും പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. ഈ കോൺക്രീറ്റിൻ്റെ ഇത് കൂടുതൽ പവറിൽ അതിൽ ബലം ചെലുത്താനും പറ്റില്ല. അതായിരിക്കും ചിലപ്പോൾ അണക്കെട്ടിൻ്റെ തകർച്ചയ്ക്ക് കാരണമാവുന്നത്. പിന്നെ കുറേ കാര്യങ്ങൾ ഇതുണ്ട്. അപ്പോൾ നമുക്ക് അണക്കെട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു അണക്കെട്ട് പണിയാൻ നടക്കുന്ന കാര്യമല്ല. കാരണം ഈ ജലമർദ്ദം നിലനിൽക്കണം അവിടെ. അപ്പോൾ 50 മീറ്ററൊക്കെ വെച്ച് കുഴിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ, അത് ചതുപ്പ് അവിടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവിടെ മണ്ണ് താത്തിയാലുള്ള അവസ്ഥ ഈ അണക്കെട്ടിനെ ദുർബലമാക്കും. അത് മനസ്സിലായേ? അപ്പോൾ അകലം കൂട്ടിയ ഈ അണക്കെട്ടിൻ്റെ ഈ മലയിടുക്കിൻ്റെ പരമാവധി അണക്കെട്ടിൻ്റെ നീളം കൂട്ടാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല മാർഗം. അണക്കെട്ടിൻ്റെ നീളം കൂടി കഴിഞ്ഞാൽ അണക്കെട്ടിൻ്റെ നീളം വളരെ കൂട്ടി കഴിഞ്ഞാൽ അതിൻ്റെ വീതി കണ്ടമാനം കൂട്ടണം. കാരണം അപ്പോൾ ഭയങ്കര വലിയ അണക്കെട്ടായി മാറും. അപ്പോൾ അത് കൂടുതൽ അപകടത്തിലേക്ക് കാരണം അത്രയും ഇത് സ്ട്രോങ് ആയിട്ട് അതേ ഹൈറ്റ് ഒട്ടും കൂടാൻ പാടില്ല. പക്ഷെ വണ്ണം നന്നായിട്ട് ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഇത് അണക്കെട്ട് സുരക്ഷിതമായിട്ട് പുതിയ അണക്കെട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഭാരിച്ച ചിലവ് കാരണം അതാണ് ആ അണക്കെട്ട് ഏറ്റവും മലയിടുക്കിൻ്റെ ഏറ്റവും ചുരുങ്ങിയ സ്ഥലം കണ്ടുപിടിച്ചിട്ടാണ് അണക്കെട്ട് ഇംഗ്ലീഷുകാർ പറയുന്നത്.
എത്രയാണ് ദൂരം കുറയുന്നത് അതിനനുസരിച്ചാണ് ആൾക്കാർ. പഴയ കാലത്ത് അത്തരം രീതിയിൽ തന്നെ ഭയങ്കര ഐഡിയയിലാണ് കാര്യം ചെയ്തത്. അകലം കൂടി കഴിഞ്ഞാൽ അണക്കെട്ടിൻ്റെ വീതി കൂട്ടണം. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ഇതിൽ പലരും തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തുന്നുണ്ട്. അണക്കെട്ട് ഭദ്രമാണ്, യാതൊരു കുഴപ്പമില്ല എന്നുള്ളത്. ഇത് എങ്ങനെ ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഒരു നിശ്ചയമില്ല. മനസ്സിലായ? അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ ഞാൻ ആവർത്തിക്കുന്നത് ഇത് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം. ഇപ്പോൾ സുർക്കി ഇളകുന്നതിൻ്റെ കാരണം, പൊള്ളയായ ഭാഗങ്ങൾ വരുന്നതിൻ്റെ കാരണം സുർക്കി ഇളകിപ്പോയതല്ല. അവിടെ ഇതാണ് പ്രശ്നം. ഈ അടിയിൽ കല്ലുകൾ ഇരിക്കുന്നു, അപ്പോൾ സുർക്കി ഇളകും. സുർക്കി മിശ്രിതം അവിടെയൊക്കെ ഇത് വരുന്നത് അതുകൊണ്ടാണ്. എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞു എന്നത് ഞാൻ കരുതുന്നു. ഇതാണ് മെയിൻ കാരണങ്ങൾ. ഓക്കെ. ഒരച്ഛൻ പറയുന്നത് കേട്ടു, ഡാം എത്രയും വേഗം പുതിയത് പണിയെന്ന്. ഡാം പണിയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് അച്ഛന് അറിയാണ്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അറിയാത്ത ആൾക്കാരുടെ അടുത്താണ് ഓരോരുത്തരും ജനങ്ങളെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ മാക്സിമം ഡാമിൽ അവർ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വിറ്റ്സർലൻഡ് ചെയ്തിട്ടുണ്ട്. ഏതാനും മീറ്റർ തൊട്ടടുത്ത് ആണ് ഈ ഡാമിൻ്റെ ഇത് ചെയ്തതാണ്. അപ്പോൾ ഫൗണ്ടേഷനെ ബലപ്പെടുത്തിയേക്കാണ് ഡാം നിരങ്ങി നീങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പ്രഷർ അടിയിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഡാമിൻ്റെ അടിയിൽ ഈ കല്ലുകളുടെ ദുർബലം ഉണ്ടല്ലോ, അടിയിൽ ഇങ്ങനെ ദുർബലം ഭാഗം ഫസ്റ്റ് ഡാമിൻ്റെ അടിഭാഗമാണ് ദുർബലമാവുക. അപ്പോൾ ആ ഭാഗത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പഴയ ഡാമിൻ്റെ ഫൗണ്ടേഷനുമേയാണ് ഈ ഡാം ശക്തിപ്പെടുത്തിയാണ്. അത് 3/4 ഭാഗം ഹൈറ്റിൽ, ഡാം ഫുൾ ഹൈറ്റിലല്ല. കാരണം അധികം ഹൈറ്റിൽ ലോഡ് വന്നു കഴിഞ്ഞാൽ ഡാമിൻ്റെ ഫൗണ്ടേഷൻ തന്നെ തകരും. അപ്പോൾ അവർ അത്രയും വെയിറ്റ് ഇത് കൊടുത്തിട്ടാണ് മാക്സിമം ഡാമിനെ പ്രൊട്ടക്ഷൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ലോകത്തിലാരും ഡാമിൻ്റെ 50 മീറ്റർ അപ്പുറത്ത് പഴയ ഡാമിൻ്റെ അപ്പുറത്ത് ഒരു പുതിയ ഡാം ആരും പണിയില്ല. അത് വലിയൊരു മണ്ടത്തരമാണ്. അത് ശരിക്കും പറഞ്ഞാൽ 50 മീറ്റർ തൊട്ടടുത്ത് ഡാം വീഴുന്നാലുള്ള ഇത്രയും പ്രഷർ നിൽക്കുന്ന സമയത്ത് അണ്ടർഗ്രൗണ്ടിൽ മനസ്സിലായോ. അപ്പോൾ പിന്നെ ഡാമിൻ്റെ ഹൈറ്റ് കണ്ടമാനം ഉയർത്താൻ പാടില്ല. നമ്മുടെ നമ്മുടെ ഭൂമിയുടെ മണ്ണിൻ്റെ ഘടന, അതിൻ്റെ മണ്ണിന് വെള്ളത്തിനെ തടയാനുള്ള ശേഷി, അതൊക്കെ നോക്കിയിട്ടാണ് ഡാമിൻ്റെ ഹൈറ്റ് തീരുമാനിക്കുക. അപ്പോൾ അതൊക്കെ അതനുസരിച്ചാണ് ഈ എൻജിനീയർമാർ ഇത് ചെയ്തത്. ആ മണ്ണിൻ്റെ ഘടന, അപ്പോൾ അതിനനുസരിച്ച് മണ്ണിനെ എത്ര അതിജീവിക്കാനുള്ള ശേഷിയാണ്. നമ്മൾ ഒരുപാട് ഹൈറ്റിൽ ഡാം കെട്ടി കഴിഞ്ഞാൽ ആ മണ്ണിന് അതിനുള്ള കപ്പാസിറ്റി വേണം. ഇപ്പം തന്നെ അവിടെ ഡാമിൽ വെള്ളം നിറയുന്ന സമയത്ത് ഡാമിൻ്റെ ചുറ്റുപുറത്തും ചതുപ്പുണ്ടെന്ന് പറയണം. അപ്പോൾ വെള്ളം ഇങ്ങനെ തെള്ളി നിൽക്കുക. അപ്പോൾ ഇന്ത്യയിലും ഹൈറ്റ് കൂടിയാണുള്ള അവസ്ഥ ഉണ്ടാകുക. അപ്പോൾ പ്രഷർ വ്യതിയാനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് വഴി തെളിയിക്കും. പിന്നെ ചിലർ ഈ പഴയ 2000 പഴക്കമുള്ള ഡാമിൻ്റെയൊക്കെയാണ് വിവരണം കൊടുക്കുന്നത്. ആ ഡാമുകളൊക്കെ എങ്ങനെ അതിജീവിച്ചത്. കാരണം ആ ഡാമുകൾ അധികം ഹൈറ്റില്ലാത്തതാണ്. 2000 വർഷം പഴക്കമുള്ള ഡാമുകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് 5-4 മീറ്ററാണ് ഹൈറ്റുള്ളത്. അപ്പോൾ അതിൻ്റെ അണ്ടർ പ്രഷർ വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ലൈഫ് ടൈം കൂടും. ഡാം എത്ര ഉയരത്തിലാണ് പറയുന്നത്, അപ്പോൾ അതിൻ്റെ ലൈഫ് ടൈം താഴാണ് ചെയ്യുക. മനസ്സിലായി? അതിൻ്റെ മാക്സിമം അതിൻ്റെ ലൈഫ് ടൈം കീഴ്പോട്ടേക്ക് പോകും. അപ്പോൾ അതൊന്നും മനസ്സിലാക്കേണ്ടതാണ് ഓരോരുത്തർ പഴയ ഡാമുകൾ എത്ര കാലം നിന്നൊക്കെ കണക്കുകൾ പറയുന്നത്. മാത്രമല്ല അവർ വലിയ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്, ചെറിയ ചെറിയ കല്ലുകളല്ല. അപ്പോൾ ഒരു ഡാം ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ ആപേക്ഷിക കല്ലിൻ്റെ വലിപ്പം ക്രമാതീതമായിട്ട് കൂട്ടണം.
അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത് പലരും മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കിയിട്ട് വേണം ഇത്. അപ്പോൾ ഡാമിൻ്റെ നീളം കൂടി കഴിഞ്ഞാലുള്ള അവസ്ഥ, അപ്പോൾ അത് ആപേക്ഷികമായിട്ട് അതിൻ്റെ വീതി കൂട്ടണം. അപ്പോൾ അത് കൂട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി മല ഇടുക്കുകളുടെ ഇടയിൽ, 2 മല ഇടുക്കുകളുടെ ഇടയിലാണ് ഡാമുകൾ പണിയത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം ഏകദേശം ഒരുവിധം പറയാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.